കേരള സർക്കാരിന്റെ സുരക്ഷാ പെൻഷൻ ഈ പദ്ധതിയിലൂടെ അർഹരായ സ്ത്രീകൾക്ക് ഓരോ മാസവും 2000 രൂപ ലഭിക്കുന്നുണ്ട്. 2016 ഈ പദ്ധതി തുടങ്ങുന്നത്. തുടക്കത്തിൽ പെൻഷനായി ലഭിച്ചിരുന്നത് 600 രൂപ മാത്രമായിരുന്നു. പിന്നീട് ഓരോ വർഷത്തെ ബഡ്ജറ്റിലും സർക്കാർ ഈ തുക കൂട്ടി. ഒടുവിൽ 2025 ബഡ്ജറ്റിൽ 2000 രൂപയാക്കി ഉയർത്തി. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക എന്നതാണ്. കേരളത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്ന സ്ത്രീകൾക്കാണ് ഇത് ലഭിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. BPL റേഷൻ കാർഡ് ഉള്ളവർക്കും അന്ത്യോദയ അന്യോജന കാർഡ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. വിധവകൾക്ക്, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ഭാര്യമാർ, ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾ ഉള്ളവരെ നോക്കുന്ന സ്ത്രീകൾക്കും ഈ പദ്ധതിയിൽ പ്രത്യേക പരിഗണനയുണ്ട്. എന്നാൽ സർക്കാർ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. മാസം 5000 രൂപയിൽ കൂടുതൽ മറ്റു പെൻഷൻ വാങ്ങുന്നവർക്കും അർഹതയില്ല. വരുമാന നികുതി അടയ്ക്കുന്ന കുടുംബങ്ങളിലും ഇത് ബാധകമല്ല. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ ഈ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. വിധവയാണെങ്കിൽ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് നൽകണം. എല്ലാ രേഖകളും ശരിയാണെങ്കിൽ മാത്രമേ അപേക്ഷ അംഗീകരിക്കപ്പെടൂ. വാർഡ് മെമ്പറിന്റെ കയ്യിൽ അപേക്ഷാ ഫോം ലഭിക്കും. ആ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. രണ്ടാമത്തെ വഴി അക്ഷയ കേന്ദ്രമാണ്. ഓൺലൈനായി സാമൂഹ്യ സുരക്ഷാ പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ചു തരും. കേരളത്തിന്റെ പോർട്ടലായ ssp.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കുന്നത്. മൂന്നാമത്തെ വഴി നേരിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസിലോ കോർപ്പറേഷൻ ഓഫീസിലോ പോയി അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വാർഡ് സഭയിൽ വച്ച് ചർച്ച നടത്തും. അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറി, പിന്നീട് ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ഫയലിനെ അംഗീകരിക്കും. ഈ പ്രക്രിയ മുഴുവനും നടക്കാൻ 45 ദിവസം മുതൽ 3 മാസം വരെ എടുക്കും. അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ അതേ വെബ്സൈറ്റിൽ ബെനഫിഷ്യറി സെർച്ച് എന്ന ഭാഗത്ത് പേര് നൽകിയാൽ മതി. 2026 ഈ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. വ്യാജാപേക്ഷകൾ ഒഴിവാക്കാൻ വെരിഫിക്കേഷൻ കർശനമാക്കി. ഇപ്പോൾ ജീവനക്കാർ നേരിട്ട് വീടുകളിൽ പോയി പരിശോധിക്കുന്നു. ഓൺലൈൻ പോർട്ടലും അപ്ഡേറ്റ് ചെയ്തു. ഓണക്കിറ്റിനൊപ്പം പെൻഷൻ കോഡ് വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അർഹതയുള്ളവർ ഉടനെ അപേക്ഷിക്കുക. അപേക്ഷിക്കുവാൻ പ്രായപരിധിയില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായോ സാമൂഹ്യ സുരക്ഷാ മിഷനുമായോ ബന്ധപ്പെടുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.